സ്വാമിജി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് മലബാർ, അതുപോലെ തന്നെ പാണക്കാട് തങ്ങൾ, ഇങ്ങനെയൊക്കെ ബന്ധപ്പെടാറുണ്ട്. ഇപ്പോൾ അന്ന് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഒരു പ്രസ്താവനയിൽ ഈ ലീഗിൻ്റെ ഒരു വർഗീയ രാഷ്ട്രീയത്തെക്കുറിച്ച് അങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങയുടെ അനുഭവത്തിൽ എപ്പോഴെങ്കിലും അവരിലൊരു കടുത്ത വർഗീയത അല്ലെങ്കിൽ അത്തരം ഒരു നിലപാട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? എന്തായാലും സ്വന്തം എനിക്കങ്ങനെ രാഷ്ട്രീയപരമായിട്ടെന്ന് പറയുന്ന അവർ രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയപരമായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ നിലപാടുകളോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളോ ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകും. ഇപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പേര് പറഞ്ഞു തന്നിരിക്കുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ 1998 പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ആദ്യമായിട്ട്, അത് കഴിഞ്ഞിട്ട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അന്ന് മുതൽ എന്ന് പറയുന്നത് പാണക്കാട് ഫാമിലി ആയിട്ടെന്ന് പറയുന്നത് എനിക്ക് വലിയ അടുപ്പമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വന്നപ്പോഴും മുനവർ അലി ശിഹാബ് തങ്ങൾ വന്നപ്പോഴും അവിടുത്തെ ഏത് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എൻ്റെ അനുഭവത്തിൽ അവരൊരിക്കലും എന്ന് പറയുന്നത് എന്നോട് വർഗീയത പറഞ്ഞിട്ടില്ല. ഒരാൾ പോലും എന്ന് പറയുന്ന ഒരു വർഗീയതയെ എന്നോട് പറയാൻ ശ്രമിച്ചിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അവരുടെ നിലപാടെന്ന് പറയുന്നത് വർഗീയമല്ല എന്ന് ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പലരും എനിക്ക് വളരെ അടുത്ത ബന്ധമാണ്. അപ്പം അവരാരും എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങൾ താങ്കൾ ശ്രദ്ധിക്കൂ, ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെ എന്നല്ല, ഇസ്ലാം മതത്തിലെ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയത പറഞ്ഞാൽ ഒറ്റപ്പെട്ട് ചിലപ്പോൾ പറഞ്ഞു കാണും. ഒറ്റപ്പെട്ട ആളുകളെന്ന് അതെല്ലാ മതത്തിലും ഹിന്ദുക്കൾ പറയുന്നില്ലേ, ഒറ്റപ്പെട്ട ആളുകൾ വർഗീയത പറയുന്നില്ലേ? എല്ലാ ഹിന്ദുക്കളുടെയും എല്ലാ RSSൻ്റെയും എല്ലാ BJPയുടെയും നേതാക്കന്മാർ പൊതുവായിട്ടെന്ന് പറയുന്നത് അങ്ങനെ വർഗീയത പറയുന്നത് നമ്മളങ്ങനെ കേൾക്കാറില്ല. അതുപോലെ തന്നെ ഒറ്റപ്പെട്ട മുസ്ലിം സമുദായത്തിലെ ചില ഒറ്റപ്പെട്ട ആളുകൾ വർഗീയത പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ അടിയിൽ ഏറ്റവും കൂടുതൽ പൊങ്കാലയിടുന്നതെന്ന് പറയുന്നത് മുസ്ലിംസ് തന്നെയായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ, അങ്ങനെ ബാലൻസ് ചെയ്യുന്നൊരു സമൂഹത്തിൽ, പ്രത്യേകിച്ചും എന്ന് പറയുന്നത് ഇസ്ലാം സമൂഹത്തിലുള്ള ആളുകൾ അവർ കുറെ കൂടി ജാഗ്രത പുലർത്തുന്നു എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇസ്ലാം സഹോദരന്മാരായിട്ടുള്ള ആളുകൾ, ഈ നമ്മളിപ്പം നമ്മുടെ ഈ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണുന്ന പല പ്രസ്താവനകളും നമ്മൾ കാണാറുണ്ട്. പലരും എന്ന് പറയുന്നത് പ്രകോപിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പക്ഷേ എന്ന് പറയുന്നത് അവിടെയൊക്കെ എന്ന് പറയുന്നത് ഒരു നിഷ്പക്ഷമായ നിലപാടുകൾ പുലർത്താനുള്ള ജാഗരൂകത ഇവരുടെയൊക്കെ ഇടയിൽ നിന്നുണ്ടാകുന്നു അല്ലെങ്കിൽ അണികളിൽ നിന്നുണ്ടാകുന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ, അല്ലെങ്കിൽ ഞാൻ വായിക്കുന്ന, ഞാൻ കാണുന്ന, ഞാൻ അഭിരമിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.